ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് മുസിരീസിലേക്കാണ്. കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരായിരുന്നു മുസിരീസ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഒരു തുറമുഖ പട്ടണമായിരുന്ന മുസിരീസിൻ്റെ പൈതൃക കാഴ്ചകൾ കാണാനുള്ള യാത്ര. കോട്ടപ്പുറം ചന്തയിലെ കമാനത്തിലൂടെ അകത്ത് കിടന്നാൽ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ഒരു വലിയ വൃക്ഷമാണ്. ഈ കൽവിരിച്ച പാതയിലൂടെ അല്പം മുന്നോട്ട് നടന്നാൽ നാം കായലോരത്തെത്തും. ഈ മനോഹരമായ പാതയിലൂടെ അല്പം ഇടത്ത് ഭാഗത്തേക്ക് നടന്നാൽ നമ്മൾ നേരെ ചെന്നെത്തുക ബോട്ട് ജെട്ടിയിലേക്കാണ്. അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നൊരു മോഹം. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി. അവിടെ നല്ല പൊരിച്ച റൊട്ടി ഉണ്ടായിരുന്നു. ഒരു സ്ട്രോങ് ചായ കുടിച്ച് ഒന്ന് ഉഷാറായി. ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്നതിന് മുൻപ് വലതുവശത്തുള്ള കൽവിരിച്ച പാതയിലൂടെ അല്പം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു. അങ്ങോട്ട് നടന്ന് അടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവയൊന്നും തുറന്നിട്ടില്ല. കാലത്ത് 9 മണി 9:30 ആവുന്നേ ഉള്ളൂ. വൈകുന്നേരങ്ങളിലാണ് ഇവയെല്ലാം സജീവമാകുന്നത്. ഞാൻ തിരികെ നടന്നു. ഇവിടെ വഴിയോരത്ത് സെൻറ് തോമസിൻ്റെ ഒരു കപ്പേളയുണ്ടായിരുന്നു, ഒരു ചാപ്പൽ. ഞാൻ അതിനകത്ത് കയറി അതിൻ്റെ ഭംഗിയെല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ചു. പിന്നെ ഒന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്കിറങ്ങി. അതിൻ്റെ പുറത്ത് വരാന്തയിലെ ഒരു റാന്തൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ വളരെ ദയനീയമായൊരു അവസ്ഥയായിരുന്നു. എന്തിനാണ് ഇത് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കാലത്തു തന്നെ പലരും ഇവിടെ ഇരിപ്പിടങ്ങളിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു. ശാന്തമായി ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം. പലരും സ്വന്തം ബൈക്കിലും വണ്ടികളിലുമൊക്കെയാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത്. ഈ കാലത്ത് വരുന്നവരൊക്കെ ബോട്ടിങ്ങിന് പോകാനുള്ള വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം നമ്മുടെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനും അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനും ഇടയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൻ്റെ മറൈൻ ഡ്രൈവ് എന്നൊരു പേര് കൂടി ഈ സ്ഥലത്തിന് ഉണ്ട് കേട്ടോ. സുന്ദരമായ ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ ഇരിങ്ങാലക്കുടക്കാരനായ ഞാൻ എന്തുകൊണ്ട് ഇത്ര വൈകിയെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ശാന്തമായ ഈ കായലിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഈ ഇരിപ്പിടങ്ങളിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തു രസമാണെന്നോ. 3000 വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ പൂർവികരുടെ ഗ്ലോറിയസ് ഹിസ്റ്ററി അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബുദ്ധന്മാർ, പിന്നെ റോമൻസ്, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് വന്ന് വാണിജ്യം നടത്തിയിട്ടുള്ള സ്ഥലമാണ് നമ്മളുടെ ഈ മുസിരീസ് അല്ലെങ്കിൽ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റേജും അതുപോലെ തന്നെ സ്റ്റേഡിയം ഒക്കെ പോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. വരുന്ന ആളുകൾക്ക് ഒന്നിച്ചിരിക്കാനും പല പരിപാടികൾ അവതരിപ്പിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെയുള്ള ഒരു ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഞാൻ തിരികെ നടന്നു ബോട്ട് ജെട്ടിയിലേക്ക്. അവിടെ അതിൻ്റെ ചുമരുകളിൽ നല്ല ഛായാചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നു. ഈ കായലിലൂടെ അങ്ങനെ ആ തുരുത്തും കടന്ന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മുടെ കോട്ടപ്പുറം പാലം കടന്നു പോകുന്നത് കാണാൻ കഴിയും. അല്പം ഒന്ന് സൂം ചെയ്ത് നോക്കണമെന്ന് മാത്രം. പാലം ഇങ്ങനെ കടന്നു പോകുന്നു. പാലല്ല കേട്ടോ, പാലത്തിലൂടെ മറ്റു വാഹനങ്ങൾ, ബസ്സും മറ്റു വാഹനങ്ങളൊക്കെയാണ് കടന്നു പോകുന്നത്. ഈ ബിൽഡിങ് ബോട്ട് ജെട്ടിയോട് ചേർന്നിട്ടുള്ള വാഷ്റൂമാണ്. അതിൻ്റെ ചുമരുകളും നല്ല പെയിൻറ്റിങ്സ് കൊണ്ട് മനോഹരമാക്കി വച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ ഗ്രാൻഡൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതായത് നമ്മുടെ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ബോട്ട് ജെട്ടിയുടെ ചുമരുകളും അതുപോലെ തന്നെ തൂണുകളിലുമെല്ലാം മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നു. ജീവൻ തുടിക്കുന്നത് പോലെയുള്ള ചില ചിത്രങ്ങൾ. ആ കരിമീനൊക്കെ നമ്മുടെ മുന്നിലേക്ക് തന്നെ എടുത്ത് നീട്ടിക്കൊണ്ടുവരുന്നത് പോലെയാണ് അത് വരച്ചു വച്ചിരിക്കുന്നത്. വിവിധ രീതിയിലുള്ള ബോട്ട് ട്രിപ്പ് പാക്കേജുകളുടെ
ഡീറ്റെയിൽസൊക്കെ ഇവിടെ വളരെ വൃത്തിയായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. 24 പേർക്കുള്ള പാക്കേജ്, 16 പേർക്കുള്ളത്, 37 പേർക്കുള്ളത്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ടിക്കറ്റ്സുകളുടെ റേറ്റുകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 പേരുടെ ഒരു ട്രിപ്പിലാണ് ഞാൻ പോകുന്നത്. അതിനുള്ള വെൽക്കം ഡ്രിങ്ക്സൊക്കെ ഇവിടെ റെഡിയാണ്. ഇതൊക്കെ കഴിക്കാത്തവർ വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഉച്ചയ്ക്കുള്ള ഭക്ഷണവും വൈകുന്നേരത്തെ ഒരു ചായയും ഈ പാക്കേജിൻ്റെ കോസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഗൈഡും നമ്മോടൊപ്പം ഉണ്ടാകും. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഗൈഡാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരും. നമുക്ക് ഈ ബോട്ടിലെ സ്രാങ്കിനെയും അതുപോലെ തന്നെ ഗൈഡിനെയും ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ അല്ലേ? ഗൈഡ് അല്ലേ? ഓക്കെ. എൻ്റെ പേര് റസീന. ഓക്കെ. അപ്പോൾ നമ്മൾ ബോട്ട് ചട്ടിയെ തള്ളി പുറകിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ട് പ്രവർത്തിക്കുന്നത് പെട്രോളിലാണെങ്കിലും അതിനകത്തുള്ള ഫാന്, അതുപോലെ തന്നെ ലൈറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സോളാർ പവറാണ്. ഇത് കണ്ടില്ലേ നമ്മുടെ ബോട്ടിൻ്റെ ഫ്ലോറ്, പച്ച പരവതാനി, ആ കാർപ്പറ്റ് ഉപയോഗിച്ചിട്ട് എത്ര വെടുപ്പായിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് നോക്കൂ. സീറ്റിൻ്റെ അടിയിൽ എല്ലാവർക്കുമുള്ള ലൈഫ് ജാക്കറ്റ് റെഡിയാണ് കേട്ടോ. എല്ലാവർക്കും ഒസിരിയസ് ബോട്ടിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ബോട്ടിലൂടെ അല്ലേ, ഒരു ബോട്ടിംഗ് ട്രിപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പൈതൃകം തങ്ങി നിൽക്കുന്ന ആ ഒരു പോയിന്റിലൂടെ, ആ ഒരു സ്ഥലത്തെയാണ് നമ്മളിപ്പോൾ. പെരിയാറിൻ്റെ ഹൃദയത്തിലൂടെ കുഞ്ഞോളങ്ങൾ തഴുകിക്കൊണ്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു യാത്ര. ഈ ബോട്ടിന് തീരെ ശബ്ദമൊന്നുമില്ല കേട്ടോ. പുതിയ ടൈപ്പ് ബോട്ടാണ്, പെട്രോളിൽ ഉള്ളതായതുകൊണ്ട് തീരെ ശബ്ദമൊന്നുമില്ല. കായലിൻ്റെ ഇരുവശത്തും കരയോട് ചേർന്ന് മത്സ്യബന്ധന ബോട്ടുകൾ നങ്കൂരമിട്ടിരിക്കുക, അങ്ങനല്ല പറയാം, നങ്കൂരമിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. നീല ബോട്ടൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ എന്ന് പറയുന്നത്, കേരള സംസ്ഥാനത്തിലുള്ള ബോട്ടുകളാണ് നീല ബോട്ടുകൾ. അതുപോലെ തന്നെ പച്ച തമിഴ്നാടിൻ്റെ ആണെന്നൊക്കെയാണ് പറയുന്നത്. പല സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത കളറിലുള്ള ബോട്ടുകളാണ് ഉള്ളത്. നമ്മളിപ്പോൾ അഴിമുഖത്തേക്ക് അടുക്കുകയാണ്. അതിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ചീനവലകളൊക്കെ ഇങ്ങനെ ഒരുപാട് കാണാൻ കഴിയും. തിരയടിക്കുന്ന കടലിലേക്ക് നമ്മൾ പോകില്ല. ഈ അഴിമുഖത്ത് വെച്ച് തന്നെ നമ്മൾ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞ് വീണ്ടും വന്ന വഴിയെ തിരിച്ചു വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂട്ട്. അകലെ നേരെ കാണുന്നതാണ് നമ്മുടെ അറബിക്കടൽ കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ, അതിൻ്റെ അഴിമുഖത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ അകലെന്ന് മത്സ്യബന്ധന ബോട്ടുകൾ ഇങ്ങോട്ട് വരുന്നത് കാണാം. ഈ ബോട്ടുകൾ കണ്ടപ്പോൾ ബോട്ട് ഓടിക്കുന്ന ശ്രാങ്കുണ്ടല്ലോ നമ്മുടെ ചന്ദ്രേട്ടൻ, അദ്ദേഹം പറഞ്ഞു പാട്ടിട്ട് തരാം, പെണ്ണാളേ പെണ്ണാളേ, ആ പാട്ടിട്ട് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് ഇടാൻ ശ്രമിച്ചു, പക്ഷേ എന്തുകൊണ്ടോ അത് ശരിയായില്ല. നമ്മളിങ്ങനെ പതുക്കെ തിരിയുകയാണ് കേട്ടോ. കടലിലേക്ക് നമ്മൾ പോയില്ല, അഴിമുഖത്ത് വെച്ച് നമ്മളിങ്ങനെ തിരിഞ്ഞു വരികയാണ്. കണ്ടോ, മത്സ്യബന്ധന ബോട്ടുകൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്പീഡ് ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കടലിൻ്റെ അഴകൊരു ഒന്നൊന്നര അഴകാണല്ലേ. ഈ കടലിൻ്റെ ഭയാനക ഭംഗി എന്നൊക്കെ കവികൾ പറയുന്നത് വെറുതെയല്ല. എന്ത് രസമാണല്ലേ. അപ്പോൾ ഒത്തിരി ഭയത്തോട് കൂടിയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. നോക്കി വഞ്ചികളൊക്കെ ഇങ്ങനെ വരുന്നത് നോക്കിയാൽ, വഞ്ചികളും അതുപോലെ ബോട്ടുകളും ഒക്കെ ഇങ്ങനെ കിതച്ച് പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ദിവസങ്ങളോളം ആഴക്കടലിൽ മത്സ്യബന്ധനമൊക്കെ നടത്തി തിരിച്ചു വരുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ പോയിട്ട് വരുന്നത് കാണുമ്പോഴേ എനിക്കും ഇവരെ ബോട്ടിലൊക്കെ ഒന്ന് കടലിലേക്ക് പോയാൽ കൊള്ളാമെന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പല ആളുകളും അതിൻ്റെ വ്ളോഗൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആഴക്കടലിൽ പോയിട്ട് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളുടെ കൂടെ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്. കായലും കൂടിച്ചേരുന്ന ഈ അഴിമുഖത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഇത്തരം ബോട്ടുകൾ നമുക്ക് കാണാം. ഇത് കൂടാതെ നമ്മൾ ഈ മുസിരീസിൻ്റെ പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര സ്ഥലങ്ങളും നമുക്ക് സന്ദർശിക്കാം.
ഇതാണ് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും പ്രത്യേകത. ബോട്ടുകളൊക്കെ അടുത്ത് കണ്ടോളൂ. ഇതാ ഒരു ബോട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. റബാൻ എന്ന പേരിലാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. തൊട്ടടുത്ത് കൂടിയാണ് പോകുന്നത് ഞങ്ങൾ. റബാൻ. ഇവിടെ ഈ കാണുന്നത് ജങ്കാറാണ് കേട്ടോ. വാഹനങ്ങളെയൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ബോട്ടില്ലേ, ജങ്കാർ, അതാണ് ഈ കാണുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഈ ചെട്ടിക്കാട് പള്ളിയിലൊക്കെ പോകുമ്പോഴേ അപ്പൻ്റെ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ജങ്കാറിൽ കയറിയിട്ടാണ് അപ്പുറം കിടക്കാറ്. പിന്നെയാണ് ഈ കോട്ടപ്പുറം പാലമൊക്കെ വന്നതിന് ശേഷമാണ് ജങ്കാറൊക്കെ നമുക്ക് അപരിചിതമാകുന്നത്. ഇപ്പോഴും ഈ സർവീസ് നടക്കുന്നുണ്ട് പലയിടത്തും. അത് കണ്ടില്ലേ, അതാണ് പുതിയ ബോട്ടുകളൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന സ്ഥലം. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. 1.5 കോടിയോളം രൂപ വരുന്നു എന്ന് പറയുന്നത് ഒരു ബോട്ട് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ബോട്ടുകൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അത്രേ. ഇനി നമ്മൾ അടുത്ത ബോട്ട് ജെട്ടിയിൽ ഇറങ്ങാൻ പോകുകയാണ്. സഹോദരൻ അയ്യപ്പൻ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം കാണാനുള്ള പോക്കാണ്. നമ്മളിവിടെ ഇനി ഇറങ്ങാൻ പോകുകയാണ്. സഹോദരൻ അയ്യപ്പൻ ചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും ഒക്കെ ആയിരുന്നു. ഒരു യുക്തിവാദിയായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, നിയമസഭാ സാമാജികനായിരുന്നു. അങ്ങനെ ഒരുപാട് പദവികൾ അലങ്കരിച്ചൊരു വ്യക്തിയാണ്. പഴയ കാലത്തെ ഒരു അതിർത്തിക്കല്ലാണ് ഇവിടെ കെട്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതിനെ കൊതിക്കല്ല് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൊതിക്കല്ലെന്നാണ് അന്ന് വിളിച്ചിരുന്നത്. ഇവിടെ ഒരുപാട് സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുക പതിവാണ്. ഇപ്പം നാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നാരായണ ഗുരുവിൻ്റെയും അതുപോലെ തന്നെ കുമാരനാശൻ്റെയും ഒക്കെ സമകാലികനായിട്ട് ജീവിച്ച വ്യക്തിയാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം ഒരിക്കലും മിശ്രഭോജനം നടത്തി. 200 പുലയരെയെല്ലാം കൂട്ടിച്ചേർത്ത് എല്ലാ ജാതിക്കാരെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കാനുള്ള ഒരു പരിപാടി അദ്ദേഹം സംഘടിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ഈഴവനായിട്ട് ആണ് 1889 ജനിക്കുന്നത്. 1968 അദ്ദേഹം മരിക്കുന്നത്. 10-65 വർഷങ്ങൾക്ക് മുൻപേ, നമുക്കൊക്കെ മുൻപേ പറന്ന ഒരു പക്ഷിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കിന്ന് ജീവിക്കാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കി തന്ന ചില സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഈ സഹോദരൻ അയ്യപ്പൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു വൈദ്യരായിരുന്നു. അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എണ്ണയൊക്കെ പുരട്ടി ചികിത്സ വെയിലത്ത് കൊള്ളാൻ വേണ്ടിയിട്ട് സൺബാത്ത് നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കല്ലാണത്. അതിൽ കയറി നിന്നിട്ടാണ് ആളുകൾ ഇങ്ങനെ കുളിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇവർ കണ്ടോ ഈ 4 കെട്ട് കെട്ടിയിരിക്കുന്നത്. ഈ ഇടവജാതിയിൽപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ വീട് 4 കെട്ടാണ്. ഓല വെച്ച് ചെയ്തിട്ടുള്ളതാണെങ്കിലും അതൊരു 4 കെട്ടാണ്. അന്ന് ഇവർക്ക് ഇതൊക്കെ നിഷിദ്ധമായിരുന്നു. ഇതാണ് അദ്ദേഹം ജനിച്ച മുറി. നമ്മുടെ ശ്രീനാരായണ ഗുരു ഇവിടെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം കുളിച്ച സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്, കെട്ടിവെച്ചിരിക്കുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനാരായണ ഗുരു ആചമനം ചെയ്ത കുളം. ആചമനം, ആ വാക്കൊക്കെ നമുക്ക് സുപരിചിതമല്ല. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരക ലൈബ്രറിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സഹോദര സംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമായിരുന്നു കേട്ടോ. അദ്ദേഹം ഈ മിശ്രഭോജനം നടത്തിയതിന് ശേഷം, ഈ പുലയരെയൊക്കെ വിളിച്ച് മിശ്രഭോജനം നടത്തിയതിന് ശേഷം പലരും അദ്ദേഹത്തെ കളിയാക്കി പുലയ അയ്യപ്പൻ എന്ന് വിളിക്കുകയുണ്ടായി. അത് അദ്ദേഹം ഒരു അലങ്കാരമായിട്ട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നാണ്. ഈ വീട്ടിൽ കൊച്ചാവു വൈദ്യരുടെ 9 മക്കളിൽ ഇളയവനായിട്ട് ജനിച്ച് ഒരു അധ്യാപകനായി, ഒരു പത്രപ്രവർത്തകനായി,
സാമൂഹിക പരിഷ്കർത്താവായി മാറിയ നമ്മുടെ സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അദ്ദേഹം മിക്കണ്ട് വാര്യർ മന്ത്രിസഭയിൽ, കൊച്ചി നിയമസഭയിൽ ഒക്കെ സാമാജികനായിരുന്നു. പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ ഒപ്പമൊക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗ്രഹത്തിൽ നിന്നും ഞങ്ങളെ ബോട്ട് കൊണ്ടുപോയത് പിന്നെ മഞ്ഞുമാതാ പള്ളിയിലേക്കായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പണിയുകയും പിന്നീട് പുതുക്കി പണിയുകയൊക്കെ ചെയ്തിട്ടുള്ള പോർച്ചുഗീസ് മാതൃകയിലും ഡച്ച് മാതൃകയിലും അതുപോലെ കേരള മാതൃകയിലുമുള്ള 3 പള്ളി കെട്ടിടങ്ങളുടെ സമുച്ചയമാണ് ഈ മഞ്ഞുമാത പള്ളി എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം നടക്കുന്ന സമയത്ത് ആക്രമിക്കാനായിട്ട് ഈ പള്ളി ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാവരും ഈ പള്ളിക്കകത്തിരിക്കുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ആ മാതാവ് തൻ്റെ ദിവ്യ ശക്തി കൊണ്ട് ഈ പ്രദേശത്തെ, ഈ പള്ളിയുടെ ഈ പ്രദേശത്തെ ഒരു എന്താ പറയുക, മഞ്ഞുപയോഗിച്ചിട്ട് ഇങ്ങനെ മൂടിക്കളഞ്ഞു. കാണാൻ കഴിയാത്ത രീതിയിൽ മൂടൽ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചു എന്ന് പറയുന്നത്, ഫോഗ് കൊണ്ട്. അങ്ങനെ ഇവിടെയുള്ളവരെയൊക്കെ രക്ഷിച്ചു. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ നിന്നും നശിക്കാതെ രക്ഷിച്ചു എന്നാണ് അവരുടെ വിശ്വാസം. അന്ന് മുതലാണ് ഈ പള്ളിക്ക് മഞ്ഞുമാതാ പള്ളി എന്ന് പേര് വീണത്. വളരെ പഴക്കമുള്ള ഒരു ബസിലിക്ക ചർച്ചാണത്. 3 പള്ളികളുടെ സമുച്ചയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബൈബിളിലെ വിവിധ എപ്പിസോഡുകൾ ഉള്ള 400 വർഷം പഴക്കമുള്ള ചുമർ ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിതതാണത്. പിന്നീട് ഡച്ച് ആക്രമണത്തിലൊക്കെ ഇത് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്ത ഒരു പള്ളിയുടെ ഒരു സമുച്ചയം. ഈ പള്ളി കെട്ടിടം എന്ന് പറയുന്നത് വിശുദ്ധ റോക്കിയുടെ പേരിലുള്ള പള്ളിയാണ്. പ്രൊട്ടസ്റ്റൻ്റ് മാതൃകയിലാണ് ഈ പള്ളിയുടെ ഉൾവശമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് കാണുന്ന ബസിലിക്ക പള്ളിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് പരിശുദ്ധ മാതാവിൻ്റെ മഞ്ഞുമാതാ പള്ളി, അല്ലെങ്കിൽ പള്ളിപ്പുറം പള്ളി എന്നറിയപ്പെടുന്ന ബസിലിക്ക പള്ളിയുടെ ഉൾവശം. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഡെക്കറേഷൻസൊക്കെ ഇപ്പോഴും അഴിച്ചു മാറ്റിയിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണത്. ഈ 2 വലിയ പള്ളികൾക്ക് തൊട്ട് മുന്നിലായിട്ട് പോർച്ചുഗീസ് മാതൃകയിൽ പണിതിട്ടുള്ള ഒരു ചാപ്പലാണത്. നമ്മളങ്ങനെ യാത്ര തുടരുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. പോകും വഴിക്ക് നമുക്ക് അകലെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു പള്ളി എന്ന് പറയുന്നത് അഴീക്കോട് പള്ളിയാണ്. അവിടെ ഞങ്ങൾ പോയില്ല, പക്ഷേ നമുക്ക് പോകും വഴിക്ക് കാണാൻ കഴിഞ്ഞു. ഇതാണ് അഴീക്കോട് പള്ളി. ശരിക്കും പറഞ്ഞാൽ ഈ കായലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ കുട്ടനാട്ടിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു പ്രതീതി നമുക്ക് തോന്നും. ഈ തൃശ്ശൂർ ജില്ലയ്ക്കുള്ള പ്രത്യേകത അതാണ്. ഇവിടെ കുട്ടനാടുണ്ട്, കടലുണ്ട്, കായലുണ്ട്, പുഴയുണ്ട്, അതുപോലെ തന്നെ മലകളുണ്ട്, എല്ലാമുണ്ട് ഇവിടെ. ഈ തുരുത്തിൻ്റെ കരിങ്കൽ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. കക്ക പോലെയുള്ള ഒരു കല്ലുമ്മക്കായ അല്ല കേട്ടത്, കക്കയോ അല്ല, ഇതിന് ഒരു മുരിങ്ങന്നോ എന്തൊക്കെയാണ് അവിടെ വിളിക്കുന്നത്. ഇതിങ്ങനെ ചെത്തിയെടുക്കാൻ നല്ല പാടാണെന്നാണ് പറയുന്നത്. രുചിയൊക്കെ ഏകദേശം നമ്മുടെ കല്ലുമ്മക്കായ, കക്കയൊക്കെ പോലൊക്കെ തന്നെയാണ്. ഇവിടെ ഈ തുരുത്തുകളിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ഇടയ്ക്ക് വേലിയേറ്റ സമയത്ത് ഉണ്ടാകുന്ന ഉപ്പ് വെള്ളത്തിൻ്റെ കയറ്റുണ്ടല്ലോ, അത് അവിടുത്തെ കൺസ്ട്രക്ഷനെയൊക്കെ വളരെയധികം ബാധിക്കുന്നത് കൊണ്ട് അവിടെ അത്ര ജീവിതം അത്ര സുഖകരമല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ ലാൻഡിലേക്കുള്ള വഴികളും പാലങ്ങളും ഒക്കെ വളരെ ചെറുതും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് യാത്ര വളരെ ദുസ്സഹമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പലരും അവിടുന്ന് വീടൊക്കെ ഉപേക്ഷിച്ച് മാറുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോട്ടപ്പുറം കോട്ടയാണ്. പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരു കോട്ട. ആ കോട്ടയിലേക്കാണ് നമ്മൾ
പോകുന്നത്. BC 3000 മുതൽ ഈ ബാബിലോണിയരും ഈജിപ്ഷ്യൻസും കപ്പലിൽ വന്നിട്ടേ, റോമക്കാരടക്കം കപ്പലിൽ വന്നിട്ട് ഇവിടേക്ക് സ്വർണം കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് കുരുമുളകൊക്കെ കച്ചവടം നടത്തി കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത്. എത്ര കാലത്തെ പഴക്കമുള്ള ട്രേഡിംഗ് സെൻ്ററാണെന്നറിയോ ഈ കോട്ട. 14-ാം നൂറ്റാണ്ടിലെ പ്രകൃതിക്ഷോഭവും വെള്ളപ്പൊക്കവും ഭൂമികുലുക്കം ഇതൊക്കെ ഈ പ്രദേശത്ത് തന്നെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ കോട്ട എന്ന് പറയുന്നത് അവിടെ കോട്ടയുണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ അടുത്ത കാലത്ത്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഈ കോട്ടയുടെ അവശേഷങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് എക്സ്കവേഷനൊക്കെ നടത്തിയിട്ട് അത് സംരക്ഷിച്ച് പോരാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത്. ഇപ്പോൾ നമ്മൾ കോട്ടപ്പുറം കോട്ടയുടെ അടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. കോട്ടയുടെ ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണത്. കണ്ടോ, ഇതൊക്കെ ഈ കാണുന്നത് കോട്ടയുടെ അവശിഷ്ടമാണ് കേട്ടോ, ഈ കല്ലുകളൊക്കെ കാണുന്നത്. ഈ കൽപ്പാകിയിരിക്കുന്ന വഴിയൊക്കെ പുതിയതാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെ. നല്ല വിജനമായ സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസൊക്കെ വന്നിട്ട് കാലത്ത് വന്നിട്ട് വൈകുന്നേരമേ പോകുന്നുള്ളൂ എന്നാണ് ഇവിടെ ഗൈഡ് പറഞ്ഞത്. അത്ര മനോഹരമായൊരു സ്ഥലമാണത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണിത്. ഇവിടെ ഒരു ഭാഗത്ത് കായൽ, കുഞ്ഞോളങ്ങൾ, അതിലേക്ക് ചാഞ്ഞ് ചരിഞ്ഞ് കിടക്കുന്ന മരങ്ങൾ, തെങ്ങുകൾ, വലത്തെ ഭാഗത്താണെങ്കിൽ നല്ല പച്ചപ്പാർന്ന ഹരിതാപമാർന്ന പ്രദേശം. ഇങ്ങനെ നടന്ന് നേരം കളയാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സ്ഥലമാണത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. കണ്ടോ, ഈ മരങ്ങൾ, ചാഞ്ഞ് കിടക്കുന്ന മരങ്ങളും പിന്നെ ഈ കായലിലെ ഓളങ്ങളും കണ്ടിങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മുന്നിൽ നടക്കുന്ന ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞങ്ങൾ ഒന്നിച്ച് വന്ന ഗ്രൂപ്പാണ്. എൻ്റെ കൂടെ SSLCക്ക് ഒരുമിച്ച് പഠിച്ച 24 പേരാണ് അവിടെ നടന്ന് കയറുന്നത്. വളരെ സ്നേഹമുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ എനിക്കിങ്ങനെ സൗകര്യമൊക്കെ ഒരുക്കി തരും ഇത് ഷൂട്ട് ചെയ്യാനൊക്കെ. ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴേ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷെഡ് അടിച്ചിട്ട് സംരക്ഷിച്ച് വച്ചിരിക്കുന്നതാണത്. ഈ ഷെഡിലെ വളരെ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അസ്ഥിക്കൂടം സൂക്ഷിച്ചിട്ടുണ്ട്. ആ അസ്ഥിക്കൂടത്തിനെ ഒരു ബോക്സിലാക്കിയിട്ട് അവിടെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന ഒരു സോൾജിയറിൻ്റെയാണ്, ഒരു ഒറ്റക്കയ്യൻ സോൾജിയറിൻ്റെ അസ്ഥിക്കൂടമാണത്. കണ്ടില്ലേ, ആളുടെ നട്ടെല്ല്, കാലുകളൊക്കെ കാണുന്നില്ലേ? ഇതൊരു ബോക്സിലാക്കി ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പോർച്ചുഗീസുകാരാണ് ഈ ക്രാങ്ങനൂർ എന്നറിയപ്പെടുന്ന നമ്മുടെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ഫോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 1523 അതിൻ്റെ സ്തൂപമാണിത്. ഇവിടെയുള്ള കോട്ടച്ചുമരിൻ്റെ വീതി കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഒരു 6 അടി 7 അടിയൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ വീതി. അത്ര വീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഷെഡ് കാണുന്നത്, ആ ഡോറൊക്കെ കാണുന്നതേ, അവിടെ ഈ പീരങ്കിക്ക് നിറയ്ക്കാനുള്ള വെടിക്കോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ കോട്ടയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ചുറ്റുമുള്ള പ്രദേശങ്ങൾ മൊത്തത്തിൽ കാണാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. കടൽ മാർഗം വഴി വരുന്ന ശത്രുക്കളെയും കപ്പലിനെയൊക്കെ നിരീക്ഷിക്കാനായിട്ട് വളരെ എളുപ്പമായിരുന്നു ഈ സ്ഥലം, ഈ പ്രദേശം എന്നാണ് പറയപ്പെടുന്നത്. രണ്ടായിരം വർഷത്തെ കേരള ചരിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ 1, 2, 3 വീഡിയോ ആക്കിയിട്ട് മാറ്റാതെ ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഫീലിംഗ്, ഈ പ്രദേശത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പൈതൃകത്തിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് ഒറ്റയടിക്ക് നമുക്ക് കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ചരിത്ര വിദ്യാർത്ഥികളും മറ്റു വിദ്യാർത്ഥികളും ഒക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇവിടെ വന്ന് വെറുതെ ഇരുന്ന് പോകാനല്ല, കൂട്ടിയിരുന്ന് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രദേശത്തെ ശരിക്കും കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ വലിയ മരച്ചുവട്ടിൽ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇനി പോകുന്നത് ഗോതുരത്തിലേക്കാണ്. അവിടെയാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്.
ഇവിടെ ഗോതുരത്ത് പള്ളിയുണ്ട്. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ വഴി അങ്ങനെ പോകുമ്പോൾ അകലെ അവിടെ ഗോതുരത്ത് പള്ളി കാണാം. നിങ്ങൾക്കറിയാം, ഗോതുരത്ത് പണ്ട് ഈ വാറ്റുചാരായത്തിൻ്റെ ഇഷ്യൂലൊക്കെ പ്രസിദ്ധമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ചവിട്ട് നാടകത്തിനാണ് ഇപ്പോൾ പ്രശസ്തി ഏറെയുള്ളത്. ചവിട്ട് നാടകങ്ങളൊക്കെ ഇവിടെ അരങ്ങേറാറുണ്ട് ഈ ഏരിയയിലായിട്ട്. ഞാൻ പള്ളിയിലേക്ക് പോയില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ നേരം വൈകണ്ട എന്ന് കരുതി ഇവിടെ വന്നു. നല്ല ഭക്ഷണമാണ്. സാമ്പാർ, പിന്നെ കൂട്ടുകറി, പിന്നെ ഉപ്പേരി, അച്ചാർ, പിന്നെ മീൻ വറ്റിച്ചത്, പിന്നെ മീൻ പൊരിച്ചത്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഈ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നല്ല ഫുഡാണ്. നിങ്ങളിങ്ങനെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരണല്ലേ? എന്താ പേര്? നമ്മുടെ പേരെന്താ? അശ്വതി. ഓക്കെ, നല്ല ഫുഡാടാ. താങ്ക് യു. ചവിട്ട് നാടകത്തെക്കുറിച്ചുള്ള ഒരു ബോർഡാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ഞങ്ങൾ എത്തിയത് ചേന്നമംഗലം ജൂതപ്പള്ളിയിലേക്കാണ്. വളരെ പഴക്കമുള്ള ഒരു ജൂയിഷ് സിനഗോഗാണിത്. 1420 ഇതിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ഉണ്ടായത്. പഴയ കാലത്തെ ചരിത്രമൊക്കെ ഓർമ്മ വരുന്ന ജൂതന്മാരുടെ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങാണത്. ഇപ്പോൾ ഇവിടെ വർഷിപ്പൊന്നും ഇല്ല കേട്ടോ. 1950 അവരൊക്കെ ഇവിടെ നിന്ന് വിട്ടു എന്ന് പറയുന്നത്. 10 പുരുഷന്മാരെങ്കിലും, ജൂത പുരുഷന്മാരെങ്കിലും വേണം ഒരു സിനഗോഗിൽ ആരാധന നടത്താൻ എന്നാണ് അവരുടെ വിശ്വാസം. അതില്ലാതായപ്പോഴാണ് അവർ ഇവിടം വിട്ട് പോയത്. നോക്ക് എന്ത് ഭംഗിയാണ് ഇതിൻ്റെ സീലിംഗ് അല്ലേ. അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ആ ആൾത്താര. മൊത്തം വുഡാണ് കേട്ടോ. വുഡ് വർക്കാണ് ഇത് കാണുന്നത് മുഴുവൻ. തൊട്ടടുത്ത് തന്നെ ഒരു ജൂതൻ്റെ വീട് ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ താമസക്കാരില്ല, വല്ല കാലത്തൊക്കെയാണ് അവർ വരുള്ളൂ. എങ്കിലും ഒരു വീട് ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വഴി കാണാം. ഇതിൻ്റെ മേൽത്തട്ടിൽ കയറിയിട്ട് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി, ബോട്ടിറങ്ങി വന്ന വഴി ഇങ്ങനെ നീളനെ കാണാം. ഇവിടുത്തെ ആൾത്താരയിൽ സൂക്ഷിച്ചിരിക്കുന്ന തോറയെക്കുറിച്ചും അതുപോലെ മോസസിന് കിട്ടിയിരിക്കുന്ന പഴയ നിയമത്തിലെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മോസസിന് കിട്ടിയിരിക്കുന്ന അരുളപ്പാടിനെയാണ് തോറ. പഴയ നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് തോറ. 5 ബോക്സ് ആയിട്ട് ഇതിനകത്ത് വെച്ചിരുന്നത്. റബ്ബായിയാണ് പ്രാർത്ഥന വേളയിലൂടെ നിന്ന് എടുക്കുകയും കൃത്യമായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഓരോ നേരവും ഇത് രജിസ്ട്രേഷൻ തന്നെയാണ്. 1 വർഷം ആകുമ്പോഴേക്കും കൃത്യമായ ഭാഗങ്ങളിലൂടെ ഇനി നമുക്ക് പാലിയത്തച്ഛൻ്റെ കോവിലകത്തേക്ക് പോകാം. ഇതിനുള്ളിലേക്ക് മൊബൈൽ ഫോണൊന്നും അനുവദിക്കുന്നില്ല. നമ്മുടെ നന്ദനം എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, അതൊക്കെ ഇവിടെ തറവാടൊക്കെ ഏകദേശം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് വെച്ചായിരുന്നു. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് നേരിട്ട് വരിക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. നിങ്ങളുടെ ജോബ് വ്ളോഗ്.